ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. പ്രചരണത്തിനിറങ്ങും മുൻപേ UDF സ്ഥാനാർത്ഥികളായ VS ജോയിയും TP അഷ്റഫലിയും ആര്യാടൻ ഹൗസിലെത്തി അനുഗ്രഹം തേടി. 34 വർഷം നിലമ്പൂരിന്റെ MLAയും 4 തവണ മന്ത്രിയുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകൾ ഇരുമ്പുന്ന ആര്യാടൻ ഹൗസിലെത്തി ആര്യാടന്റെ പത്നി PV മറിയുമ്മയെ കണ്ടാണ് അനുഗ്രഹം തേടിയത്. മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയ് തവന്നൂരിലേക്ക് പ്രചരണത്തിന് പോവും മുമ്പാണ് എത്തിയത്. KSU പ്രവർത്തകനായ കാലം മുതൽ ആര്യാടൻ മുഹമ്മദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. തവന്നൂർ മികച്ച ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കട്ടെയെന്ന് മറിയും അനുഗ്രഹിച്ചു. രാവിലെ 8:30യോടെയാണ് അഷ്റഫ് അലി എത്തിയത്. MSF ദേശീയ പ്രസിഡന്റായ അഷ്റഫ് അലി എടക്കര സ്വദേശിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനകാലം മുതൽ ആര്യാടൻ മുഹമ്മദുമായി അടുപ്പമുണ്ട്. ആര്യാടൻ ഷൌക്കത്തുമായി അടുത്ത സൌഹൃദവും. കൊണ്ടോട്ടിയിലാണ് അഷ്റഫ് അലി മത്സരിക്കുന്നത്. മത്സരത്തിലേക്ക് പ്രചരണത്തിനായി പോകും മുമ്പെയാണ് എത്തിയത്. കൊണ്ടോട്ടിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുവ എന്ന് മറിയുമ്മ അഷ്റഫ് അലിയെയും അനുഗ്രഹിച്ചു. നിലമ്പൂരുകാരായ ആര്യാടൻ ഷൌക്കത്തും അഷ്റഫ് അലിയും ജോയും ഒന്നിച്ച് മത്സരരംഗത്തുണ്ടെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്. അതെ, തവനൂര് മാത്രമല്ല കേരളം മുഴുവൻ പിടിക്കാനുള്ള വലിയൊരു പോരാട്ടമാണ്. കേരളത്തിൽ 10 വർഷക്കാലത്തെ പിണറായി ഭരണത്തിന്റെ ദുരിതം പേറുന്ന ജനങ്ങൾക്ക് ഒരു പുതുയുഗം സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വന്നു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ 16 സീറ്റിലും സ്ഥാനാർത്ഥികളായി. 16 വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം മലപ്പുറത്ത് UDF വളരെ മുൻകൂട്ടി ആരംഭിച്ചതാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ മലപ്പുറം 100% വിജയം അത് ആര് സ്ഥാനാർത്ഥിയായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റത്തിന്റെ തുടർച്ചയുണ്ടാവും. ഞാൻ തവനൂരിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ കുഞ്ഞാത്തെ ഒന്ന് കണ്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രകാശേട്ടൻ തവനൂരിൽ ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പഞ്ചായത്തും ഇടതുപക്ഷത്തിന്റെ കോട്ടകളായിരുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ കാലങ്ങളായി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാതിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തവനൂര് പിടിച്ചെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.